അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 31 വെള്ളിയാഴ്ച. മുത്തങ്ങ സമരത്തിനിടെ കോൺസ്റ്റബിൾ KV വിനോദ് കൊല്ലപ്പെട്ട കേസിൽ ഗീതാനന്ദൻ അടക്കം 56 പ്രതികളെയും വെറുതെ വിട്ടു. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥൻ അബ്ദുൾ സലാം വധശ്രമ കേസിൽ ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പ്രതികൾക്ക് 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വയനാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പുറപ്പെടുവിച്ചത്. പരിക്കേറ്റ സലാമിന് 3 ലക്ഷം രൂപയും ശശിധരന് 2 ലക്ഷം രൂപയും നഷ്ടപരിഹാരം നൽകണം. വിനോദ് കൊലക്കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ 2ാം പ്രതി അശോകൻ മരിച്ചതിനാൽ ശിക്ഷ വിധിച്ചില്ല. വിനോദിന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപ നൽകണം. 23 വർഷത്തിന് ശേഷമാണ് വിധി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും തെരഞ്ഞെടുക്കാനുള്ള സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയതിന്റെ കാരണം വ്യക്തമാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രമായി പ്രവർത്തിക്കുക മാത്രമല്ല, അത് സ്വതന്ത്രമാണെന്ന് ജനങ്ങൾക്ക് അനുഭവപ്പെടുകയും വേണമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയോ ചേരാതിരിക്കുകയോ ചെയ്താൽ PM ശ്രീയുടെ ആനുകൂല്യങ്ങൾ മാത്രമേ നഷ്ടമാകൂവെന്ന് രാജ്യസഭയിൽ കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി. കേരളം PM ശ്രീ പദ്ധതിയിലെ സ്കൂളുകളുടെ പട്ടിക നൽകിയിട്ടില്ലെന്നും അബ്ദുൽ വഹാബ് MPയുടെ ചോദ്യത്തിന് മറുപടി നൽകി. അപകടകാരികളായ തെരുവു നായ്ക്കളെ ദയാവധം ചെയ്യാമെന്ന സുപ്രീം കോടതി നിർദ്ദേശം നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CPM പാർലമെന്ററി പാർട്ടി ലീഡർ SP ദീപക് ഹൈക്കോടതിയിൽ. ചട്ടം ലംഘിച്ച് സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ പേരിൽ ഹൈക്കോടതി അംഗത്വം അസാധുവാക്കിയ കൌൺസിലർ തെരഞ്ഞെടുത്തവരാണ് മേയറും ഡെപ്യൂട്ടി മേയറുമെന്നാണ് ഹർജിയിലെ വാദം. തെരഞ്ഞെടുപ്പ് കമ്മീഷനും 20 BJP കൌൺസിലർമാർക്കും നോട്ടീസ് അയച്ച കോടതി 3 ആഴ്ചയ്ക്കകം മറുപടി നൽകാൻ നിർദ്ദേശിച്ചു. ശബരിമലയിലെ നെയ്യ് ക്രമക്കേട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് ദേവസ്വം സെക്രട്ടറിയുടെ റിപ്പോർട്ട്. കൃത്രിമം നടന്നത് എവിടെയാണെന്ന് കണ്ടെത്തിയിട്ടില്ല. മിൽമയുടെ പാക്കറ്റുകളിലാണ് നെയ്യ് ശബരിമലയിൽ എത്തിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാനത്ത് ഇന്നും നാളെയും തീവ്ര മഴയ്ക്ക് സാധ്യത. ഇന്ന് 11 ജില്ലകളിലും നാളെ 9 ജില്ലകളിലും ഓറഞ്ച് അലർട്ട്. കാസർഗോഡും വയനാടും എറണാകുളത്തും ആലപ്പുഴയിലും കോട്ടയത്തും ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. വടകര, താമരശ്ശേരി താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. മീൻപിടുത്തത്തിനും വിലക്കുണ്ട്. കേരള തീരത്ത് അപകടത്തിൽപ്പെട്ട MC എൽസ കപ്പലിലെ നിലവിലെ അവസ്ഥ പരിശോധിക്കാൻ മാരിടൈം ഡയറക്ടറേറ്റ് നാവികസേനയുടെ സഹായം തേടി. കടലിലുള്ള കണ്ടെയ്നറുകളും പരിശോധിക്കേണ്ടി വരും. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. കോഴിക്കോട് പേരാമ്പ്ര BRCയിലെ അധ്യാപകർ പ്രതികളായ ലഹരിക്കേസിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണം. 4 സമിതിയാണ് അന്വേഷിക്കുക. SSK സ്റ്റേറ്റ് അഡീഷണൽ പ്രോജക്ട് ഡയറക്ടർ AK ഷൈൻമോനാണ് അന്വേഷണത്തിന്റെ ചുമതല. പ്രതികളായ കാവ്യ, കീർത്തന, നീഷ്മ എന്നീ അധ്യാപികമാർക്ക് BRCയിൽ ജോലിയിൽ തുടരാൻ ആരെങ്കിലും സഹായം നൽകിയിട്ടുണ്ടോ എന്നടക്കം 4 സമിതി പരിശോധിക്കും. ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് പണം അയച്ചവരെ പോലീസ് പിടികൂടി ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ ഓണം കളറാവട്ടെ പുളിമൂട്ടിൽ സിൽക്സ്. മുത്തങ്ങ സമരത്തിനിടെ പോലീസുകാരനായ KV വിനോദ് വെട്ടേറ്റ് കൊല്ലപ്പെട്ട കേസിലെ കോടതി വിധിയിൽ തൃപ്തരല്ലെന്ന് കുടുംബം. മരവിച്ച മനസ്സുമായാണ് കോടതി വിധി കേട്ടതെന്നും കേസ് നടത്തിപ്പിൽ സന്തുഷ്ടരല്ലെന്നും വിനോദിന്റെ സഹോദരനായ റിട്ടയർഡ് ACP KV ബാബു പ്രതികരിച്ചു. തിരുവനന്തപുരം വെമ്പായം ബാറിലെ കൂട്ടത്തല്ലിനിടെ പെട്രോൾ ഒഴിച്ച് തീവച്ചപ്പോൾ പൊള്ളേറ്റവരിൽ ഒരാൾ കൂടി മരിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വെമ്പായം സ്വദേശി നൌഫലാണ് മരിച്ചത്. ഇതോടെ തീവയ്പിൽ മരിച്ചവരുടെ എണ്ണം 4 ആയി.
KSRTC വാങ്ങിയ ബിസിനസ് ക്ലാസ് ബസ്സുകൾ 1 വർഷമായിട്ടും നിരത്തിലിറങ്ങിയിട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ. കോടികൾ മുടക്കി വാങ്ങിയ ബസ്സുകൾ നികുതി സംബന്ധിച്ച തർക്കം മൂലം പാപ്പനംകോട്ടെ സെൻട്രൽ വർക്ക്ഷോപ്പിലാണ്. ഡൽഹിയിലെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ജയിലുകളിൽ പരിശോധന നടത്തുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ഡൽഹിയിലെ പോലീസ് അതിക്രമത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന തേടി പ്രതിപക്ഷം പാർലമെന്റ് സ്തംഭിപ്പിച്ചു. അമിത്ഷാ എവിടെയെന്ന് പ്രതിപക്ഷം ചോദിച്ചു. രാജ്യസഭയിൽ നടന്ന പരീക്ഷാ ഭേദഗതി ബിൽ ചർച്ചയിലും അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നിലപാട് കടുപ്പിച്ചു. FCRA അടക്കം വരാനിരിക്കുന്ന എല്ലാ ബില്ലുകളിലും പ്രതിഷേധം അറിയിച്ച് പങ്കെടുക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അധിക്ഷേപകരമായ ദൃശ്യങ്ങളും ചിത്രങ്ങളും പ്രചരിപ്പിച്ചതിന് മെറ്റ ഇന്ത്യ മേധാവി അരുൺ ശ്രീനിവാസിനും നിരവധി ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അക്കൌണ്ടുകൾക്കുമെതിരെ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ കേസ്. BJP പ്രവർത്തകർ നൽകിയ പരാതിയിലാണ് ഹൈദരാബാദ് സൈബർ ക്രൈം പോലീസ് കേസെടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോയ്ക്ക് താഴെ പരിഹാസ കമന്റുമായി കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ. മോദിയുടെ ചർമ്മം രാജ്യത്തിന്റെ ഭാവിയേക്കാൾ തിളക്കമുള്ളതാണെന്നാണ് ദീപ്കെയുടെ പരിഹാസം. ചോദ്യപേപ്പർ ചോർച്ച ബില്ല് പാർലമെന്റിന്റെ ഇരുസഭകളിലും പാസായതിനെ പ്രശംസിച്ച് മോദി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെയാണ് ദീപ്കെയുടെ കമന്റ്. ജന്തർ മന്ദറിലെ സംഘർഷത്തിനിടെ പരിക്കേറ്റ ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ കണ്ണീരുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ. തങ്ങളുടെ ഉറ്റവർ ഡ്യൂട്ടി മാത്രമാണ് ചെയ്തതെന്നും ആൾക്കൂട്ടം അവരെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു. ഉദ്യോഗസ്ഥരുടെ മക്കളും ഭാര്യമാരും ഉൾപ്പെടെ ആണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരായ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത 19കാരനായ വിദ്യാർത്ഥിക്ക് ബംഗളൂരുവിൽ ക്രൂരമർദ്ദനം. ബെൽ സർക്കിളിൽ അതിക്രമം നടത്തിയ 4-അംഗ സംഘത്തെ പോലീസ് തെരയുന്നു. ജന്തർ മന്ദറിലെ CJP പ്രതിഷേധത്തിനിടെ പ്രധാനമന്ത്രിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന പരാതിയിൽ യുവതിക്കെതിരെ പോലീസ് കേസെടുത്തു. രുചിക സിംഗിനെതിരെയാണ് നോയിഡയിലെ എക്സ്പ്രസ് വേ പോലീസ് സ്റ്റേഷനിൽ 0 FIR രജിസ്റ്റർ ചെയ്തത്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ 10 നാവികർ ഉൾപ്പെടെ 16 ഇന്ത്യൻ പൗരന്മാർ കൊല്ലപ്പെട്ടതായി വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് രാജ്യസഭയിൽ അറിയിച്ചു. 75 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനും പരിക്കേറ്റവർക്ക് അടിയന്തര വൈദ്യസഹായം ഉറപ്പാക്കാനും ഇന്ത്യൻ എംബസികൾ വഴി നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രി വ്യക്തമാക്കി. മഹാരാഷ്ട്രയിലെ ഭീവണ്ടിയിൽ 4 നില കെട്ടിടം തകർന്നു വീണ് 9 പേർ മരിച്ചു. ബാലാജി നഗറിലെ കോഹിനൂർ ബിൽഡിംഗിന്റെ ഒരു ഭാഗമാണ് തകർന്നത്. E20 പെട്രോൾ സംബന്ധിച്ച മന്ത്രാലയങ്ങളുടെ വിശദീകരണത്തിൽ ഭിന്നത. E20 പെട്രോൾ ഉപയോഗിച്ചാൽ 2 മുതൽ 6% വരെ മൈലേജ് കുറഞ്ഞേക്കാമെന്ന് ഉപരിതല ഗതാഗത വകുപ്പിന്റെ റിപ്പോർട്ട്. എന്നാൽ 3 മുതൽ 5% വരെ മൈലേജ് കുറഞ്ഞേക്കാമെന്നാണ് പെട്രോളിയം മന്ത്രാലയം രാജ്യസഭയിൽ നേരത്തെ അറിയിച്ചത്. പ്രശസ്ത തെന്നിന്ത്യൻ ഗായിക ജമുന റാണി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. ബംഗളൂരുവിലായിരുന്നു അന്ത്യം. തമിഴ്, തെലുങ്ക് ഭാഷകളിലെ ഗാനങ്ങളിലൂടെ പ്രശസ്തയാണ്. മലയാളത്തിലും ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ചെങ്കടൽ മേഖലയിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനും ഊർജ്ജ വിതരണ പാതകൾക്കും സംരക്ഷണം നൽകുന്നതിനായി പുതിയ ബഹുരാഷ്ട്ര സമുദ്ര പ്രതിരോധ സഖ്യം രൂപീകരിക്കുമെന്ന് സൗദി അറേബ്യ. യമനിലെ ഹൂതി വിമതരുടെ ആക്രമണം മൂലം ആഗോള വ്യാപാര പാതയിലുണ്ടായ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. സ്പെയിനിന്റെ വടക്കേ ആഫ്രിക്കൻ അതിർത്തി നഗരമായ സെവൂത്തയിലേക്ക് ആയിരക്കണക്കിന് അഭയാർത്ഥികൾ ഇരച്ചുകയറി. കടൽ നീന്തിക്കടക്കാൻ ശ്രമിക്കുന്നതിനിടെ 9 പേർ മരിച്ചു. നുഴഞ്ഞുകയറ്റക്കാരെ ചെറുക്കാൻ സ്പാനിഷ് സൈന്യത്തെ വിന്യസിച്ചു. അഭയാർത്ഥികളെ തിരിച്ചയക്കാൻ സ്പെയിനും മൊറോക്കോയും ധാരണയിലെത്തിയിട്ടുണ്ട്. US യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങി തൊഴിൽ ചെയ്യുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് വൻതുക ഫീസ് ചുമത്താൻ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ആലോചിക്കുന്നു. ദ വാൾ സ്ട്രീറ്റ് ജേണൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഗാസയിൽ ഹമാസ് ഉൾപ്പെടെയുള്ള സായുധ സംഘങ്ങളെ പൂർണ്ണമായും നിരായുധരാക്കുന്നതിനായി ചരിത്രപരമായ ബോർഡ് ഓഫ് പീസ് കരാറിലെത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്.
ഇത് ഗാസയിൽ പുതിയ പാലസ്തീൻ ഭരണകൂടം സ്ഥാപിക്കുന്നതിനും ഇസ്രായേൽ സൈന്യം ഘട്ടം ഘട്ടമായി ഗാസയിൽ നിന്ന് പിന്മാറാനും വഴിയൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറ്റാലിയൻ ഫുട്ബോൾ ഇതിഹാസം എസി മിലാന്റെ പ്രശസ്ത ഡിഫൻഡറുമായ ഫ്രാങ്കോ ബറേസി അന്തരിച്ചു. 66 വയസ്സായിരുന്നു. 1977 മുതൽ 1997 വരെ 20 വർഷം എസി മിലാന്റെ താരമായിരുന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.